വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നപ്പോൾ കൂടുതൽ ഇൻട്രൊഡക്ഷൻ്റെ കാര്യമൊന്നുമില്ല, എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ. പിന്നെ ആർക്കെങ്കിലും ഒന്ന് മടി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ കാണുമ്പോൾ ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ. ഞാൻ ഡെയിലി ചെയ്യുന്ന ഒരു ക്ലീനിങ് റുട്ടീനാണ് കാണിക്കുന്നത് കേട്ടോ. ഇതെല്ലാ ദിവസവും ചെയ്യുന്ന കാര്യമായതുകൊണ്ട് ഇത് പ്രത്യേകിച്ച് ഓരോന്നോരോന്ന് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ വീട് ക്ലീൻ ചെയ്യുമ്പോഴേ നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും അല്ലേ. അത് നമ്മുടെ വീടിൻ്റെ സ്വഭാവത്തിനനുസരിച്ചിരിക്കും, നമ്മൾ ചെയ്യുന്ന ആളുകളുടെ സ്വഭാവത്തിനനുസരിച്ചിരിക്കും. ചിലർക്ക് ചില കാര്യങ്ങളൊക്കെ ആദ്യം ചെയ്യണം, ചിലത് രണ്ടാമത് ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഞാൻ ഇന്ന് പുറത്തുനിന്ന് അകത്തേക്കാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത്. സാധാരണ അകത്തെല്ലാം ക്ലീൻ ചെയ്തിട്ടാണല്ലോ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇതിപ്പോൾ ഈ സിറ്റ് ഔട്ട് ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്നും തന്നെ ചെയ്യണം. കാരണം മഴയാണെങ്കിലും വെയിലാണെങ്കിലും അവിടെ നന്നായിട്ട് പൊടി പിടിക്കും. ഇപ്പോൾ പ്രത്യേകിച്ച് മഴയാകുമ്പോൾ അവിടെ കഴുകി തന്നെ ഇടണം. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ സിറ്റ് ഔട്ട് കഴുകാറുണ്ട്. കാറ് കൊണ്ടുപോകുന്ന ദിവസമാണെങ്കിൽ കാർ പോർച്ചും കൂടെ കഴുകേണ്ടി വരും. കാരണം ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന വഴി നിറച്ച് മണ്ണാണ് കേട്ടോ, മണ്ണ് റോഡാണ്. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മണ്ണിൽ കൂടെ ഉരുണ്ടാണല്ലോ വരുന്നത്. അപ്പോൾ എല്ലാ ദിവസവും അതിൻ്റെ അകത്തും നല്ല മണ്ണാണ്. ആദ്യം തന്നെ മെഷീനിൽ തുണി ഇട്ടിട്ട് വിരിക്കുകയായിരുന്നു കേട്ടോ ചെയ്തത്. പിന്നെ കുറച്ച് ഉണങ്ങാത്ത തുണികളുണ്ടായിരുന്നു, അതും വെയിലത്തിട്ടിട്ടുണ്ട്. കിണറിൻ്റെ മുകളിലൊക്കെ ഇട്ടിട്ടാണ് ഉണങ്ങുന്നത് ചെറിയ തുണികളെല്ലാം. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ സിറ്റ് ഔട്ട് കഴുകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറാമല്ലോ ക്ലീനിങ്ങിന്. കിച്ചണിൽ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നേ. രാവിലെ ഇഡ്ഡലി ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ആ തട്ടൊക്കെ ഒന്ന് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഗ്യാസ് സ്റ്റവ് ഇപ്പോൾ ഒന്നും കൂടെ ക്ലീൻ ചെയ്തിടാൻ പോവാണ്. പനിയും വയ്യാഴികയൊക്കെ വരുമ്പോഴേ നമുക്ക് മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിലും ശരീരം കൊണ്ട് അങ്ങോട്ട് എത്തില്ല അല്ലേ, കൈ അങ്ങോട്ട് എത്തില്ല എന്ന് പറയില്ലേ. മനസ്സും ശരീരവും ഒരുപോലെ പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുന്നത് പോലെ എല്ലാം അങ്ങ് സ്ലോ ആയി പോവും. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കലും ഒക്കെ അങ്ങനെയാണ്. ഞാൻ ഇനി നാളെ ആവട്ടെ എന്ന് വിചാരിക്കുന്നത്. നമുക്ക് മാത്രമല്ല, വീട്ടിൽ മക്കൾക്കാണെങ്കിൽ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ലല്ലോ. ഒന്നാമത് അവരെ നോക്കുക, രാത്രിയിലൊക്കെ ഉറക്കമില്ലാതിരിക്കുക, അതെല്ലാം ഒരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് പിന്നെ രാവിലെ നമ്മൾ എഴുന്നേൽക്കണം, അതൊരു വിഷയമാണ്. അങ്ങനെ എല്ലാം കൂടെ വരുമ്പോൾ ആകെപ്പാടെ അങ്ങ് കുഴഞ്ഞു മറിഞ്ഞതുപോലെയായി. എനിക്കാണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് രാവിലെ എഴുന്നേൽക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു കേട്ടോ. നടുവുവേദന, മുട്ടുവേദന, അങ്ങനെയൊക്കെ. ഇപ്പോഴത്തെ പനിയുടെ ആദ്യത്തെ ലക്ഷണങ്ങളൊക്കെ അതിനൊരാഴ്ച മുമ്പ് കാണിച്ചു തുടങ്ങുമല്ലോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബേസിക്കായിട്ട് നമ്മൾ ഒരു വീട് വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഫസ്റ്റ് തന്നെ കിച്ചൺ നീറ്റാക്കി വെക്കുക എന്നുള്ളതാണ്. ഓരോ സമയം കുക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും അവിടെ ഇവിടെ എണ്ണയൊക്കെ വീഴും, പാത്രങ്ങളൊക്കെ ആവും. അപ്പോൾ അതെല്ലാം അപ്പം തന്നെ കഴുകി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ജോലി കുറഞ്ഞിരിക്കും അല്ലേ. അപ്പോൾ ആ ബർണറൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് തുടച്ച് നമുക്ക് തിരിച്ച് അതിലേക്ക് തന്നെ വെക്കാം. ഇനി കഴിച്ച് കഴിയുന്ന പാത്രവും അപ്പോൾ തന്നെ കഴുകി വെക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും കൂടെ ജോലി കുറഞ്ഞിരിക്കും. പിന്നെ ഒരുപാട് പാത്രങ്ങളുള്ളതായിട്ട് തോന്നത്തുമില്ല. പിന്നെ വാഷ് ബേസിൻ ക്ലീൻ ആക്കുക എന്നുള്ളതാണ്. അതും ഡെയിലി ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഇവിടെ ഇപ്പോൾ ചെറിയ മക്കളും കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് രാവിലെ ക്ലീൻ ആക്കൽ നടക്കില്ല കേട്ടോ. അവരെല്ലാം ഫുഡൊക്കെ കഴിച്ചിട്ട് സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ ക്ലീൻ ആക്കാറുള്ളത്. അപ്പോൾ എല്ലാ ദിവസവും നമ്മുടെ ഹാൻഡ് വാഷ് വെച്ചിട്ടാണ് കഴുകുന്നത് മിക്കവാറും തന്നെ. പിന്നെ അടുത്തത് ബെഡ്ഷീറ്റ് വിരിച്ചിടുക എന്നുള്ളതാണ്. അപ്പോൾ അത് എന്തായാലും ചുളുങ്ങിയൊക്കെ ആയിരിക്കുമല്ലോ കിടക്കുന്നത്. മക്കളെല്ലാം പോയി കഴിഞ്ഞ് കഴിഞ്ഞാലേ നമുക്കിതൊക്കെ നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും ഇങ്ങോട്ടേക്ക് കയറുകയും ഇറങ്ങുകയൊക്കെ ചെയ്തിട്ട് അതെല്ലാം അവിടെ ഇവിടെ എല്ലാം ചുളുങ്ങിയായിരിക്കും കിടക്കുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് നീറ്റാക്കി വിരിച്ചിടാം. ഞാനെപ്പോഴും ബെഡ്ഷീറ്റൊക്കെ വിരിക്കുന്ന ആ സമയത്ത് തന്നെ തൂത്തുവാരിയും കൂടെ എടുക്കും കേട്ടോ അവിടെ. പിന്നെ ഇതാ നിരന്ന് കിടക്കുന്ന സാധനങ്ങളെല്ലാം എന്തായാലും പിറക്കി വയ്ക്കണം. കാരണം എല്ലായിടത്തും പാവകളാണ് കേട്ടോ. അവരുടെ കാറ് പാവകൾ, പിന്നെ കളിക്കുന്ന സാധനങ്ങൾ, പെന്ന്, ഇങ്ങനത്തെ ബുക്കുകൾ, ഇതെല്ലാം അവിടെ ഇവിടെ ആയിട്ട് കിടക്കും. എത്ര പറഞ്ഞാലും സ്കൂളിൽ പോകുന്നത് വരെയും അതെടുത്ത് കളിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അതെല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവും. എവിടെ ചെന്ന് നോക്കിയാലും കട്ടിലിൻ്റെ അടിയിലും സെറ്റിയുടെ അടിയിലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ഒന്ന് പിറക്കി വെക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. കാരണം ഞാനിത് ഒറ്റയടിക്ക് പിറക്കിയിട്ട് പിന്നെ തൂക്കൽ അങ്ങനെയല്ല. ബെഡ്റൂം ആദ്യം ചെയ്യും. ബെഡ്റൂമിൽ നിന്ന് പിന്നെ ഹോളിലേക്ക് വന്നിട്ട് അവിടെ നിന്നെല്ലാം ഒന്ന് പിറക്കി മാറ്റിയിട്ട് ഒന്ന് തൂത്തിടും. നമ്മുടെ ഇവിടെ ഹോളിങ്ങനെ നീളത്തിലായതുകൊണ്ട് ഇവിടെ തന്നെയാണ് കേട്ടോ പിള്ളേരുടെ കളിയൊക്കെ. അപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലൊക്കെ വെച്ചിട്ട് പഠിക്കാനിരിക്കുമ്പോഴും ഞാൻ ഇടയ്ക്ക് ഷോർട്സിലൊക്കെ ഇട്ടപ്പം കണ്ടിട്ടുണ്ടാവും.
എല്ലായിടത്തും കാറൊക്കെ തന്നെയാണ്. ഈ പഠിക്കുന്നതിൻ്റെ സൈഡിലും ഒക്കെ എപ്പോഴും ഉണ്ടാവും ഇത് കയ്യിൽ. അപ്പോൾ അതെല്ലാം ദാ പിറക്കി വെക്കുകയാണ് കേട്ടോ. ഇപ്പോൾ പോകുന്നതിന് മുമ്പ് സ്കൂളിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേയും ഇവിടെ ഇരുന്ന് കളിക്കുകയായിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്തൊരു കവറിലാക്കി ഞാനങ്ങ് മാറ്റി വയ്ക്കും. ഇനി വൈകുന്നേരം വരുമ്പോൾ വീണ്ടും അത് എടുക്കാനുള്ളതല്ലേ. എന്നിട്ട് ഡൈനിങ് ടേബിളെല്ലാം ഒന്ന് തുടച്ചിടും. ആ പുറകെ തന്നെ ഈ ഡൈനിങ് ഏരിയയും കൂടെ തൂത്തുവാരിയിടാം. ഈ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ ഇത്തിരി പാടാണ് കേട്ടോ. ഈ ചെയറെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വലിച്ചു മാറ്റിയിട്ട് അതിൻ്റെ സൈഡിൽ നിന്നെല്ലാം പൊടികളെല്ലാം ഒന്ന് തൂത്തുവാരിയിട്ട് വേണം കിച്ചണിലേക്ക് പോകാൻ. പിന്നെ കിച്ചണും കൂടെ ഒന്ന് തൂത്തതിന് ശേഷമാണ് ഇപ്പോൾ തുടയ്ക്കാനായിട്ട് വന്നത്. ഒന്നിടവിട്ട ദിവസങ്ങളിലൊക്കെയാണ് തുടയ്ക്കുന്നത്. അപ്പോൾ എനിക്ക് ഇന്നിവിടെ തുടയ്ക്കേണ്ട ദിവസമായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരുടെ സൗകര്യം പോലെ നമ്മൾ എങ്ങനെയാണോ ഒരു റുട്ടീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആ രീതിയിൽ ചെയ്യാം. തുടയ്ക്കുന്നതൊക്കെ പിന്നെ ഒറ്റയടിക്ക് ആദ്യം തൊട്ട് ഓരോ റൂമായിട്ട് തുടച്ച് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ സിറ്റൗട്ട് ആദ്യം തന്നെ ഞാൻ കഴുകിയിട്ടിരുന്നല്ലോ. നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ സിറ്റൗട്ട് അങ്ങനെ എപ്പോഴും തുടയ്ക്കേണ്ട ആവശ്യമില്ല, തൂത്തിട്ടാലും മതി. പിന്നെ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളിൽ ഇന്ന് ഞാൻ ഉൾപ്പെടുത്താതിരുന്നത് തുണി മടക്കി വയ്ക്കുക എന്നുള്ളതാണ്. അതും ഒരു വീടായാലും എന്തായാലും ഇഷ്ടംപോലെ തുണി കാണും എല്ലാ ദിവസവും അല്ലേ. പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ പോകുന്ന മക്കളുണ്ടെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് കഴുകാനും ഉണങ്ങാനും ഉണ്ടാവും. ചെറിയ ടവലുകൾ, ഷോക്സുകൾ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ തരംതിരിച്ച് ഓരോരോ സ്ഥാനത്ത് അന്നന്ന് വെക്കുകയാണെങ്കിൽ അത്രയും ജോലി കുറഞ്ഞിരിക്കും. പക്ഷെ മഴക്കാലം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് ഉണങ്ങിയൊന്നും കിട്ടില്ല. അപ്പോൾ മടക്കാനായിട്ട് ഒരുപാട് തുണിയായിരിക്കും. കാരണം വെയിൽ വരുന്ന സമയത്ത് എല്ലാം കൂടെ ഒന്നിച്ചായിരിക്കുമല്ലോ നമ്മൾ മടക്കിയെടുക്കുക. ഇന്നലെ വൈകുന്നേരം ഞാനിവിടെ എല്ലാ തുണികളും ഒന്ന് മടക്കി വെച്ചു കേട്ടോ. പിന്നെ ഉണങ്ങാനുള്ളതെല്ലാം രാവിലെ തന്നെ വെയിലത്തിട്ടു. പിന്നെ കഴുകാനുള്ളത് രാവിലെ മെഷീനിലിട്ടിട്ട് അതും രാവിലെ തന്നെ ഇട്ടിട്ടുണ്ട്. കാരണം വെയിൽ വരുന്ന സമയത്ത് ഇത് ചെയ്തില്ലെങ്കിൽ പിന്നെ ബാക്കി പണികളും നടക്കില്ല, തുണി ഉണങ്ങലും നടക്കില്ല. അപ്പോൾ ഇതാ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി കിച്ചണും കൂടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ആ മോപ്പും കൂടെ ഒന്ന് കഴുകി വെക്കാം. ഒരു ഡീപ്പ് ക്ലീനിങ് അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, ഒരു ക്വിക്ക് ക്ലീനിങ് ആണ്. എല്ലാ ദിവസവും പെട്ടെന്ന് ചെയ്യേണ്ടതായ കാര്യങ്ങൾ ഇത്രയും ചെയ്താൽ തന്നെ നമ്മുടെ വീട് എപ്പോഴും വൃത്തിയായിട്ട് കിടക്കും. പിന്നെ പറയുമ്പോൾ പെട്ടെന്ന് അങ്ങ് പറയാമെങ്കിലും ചെയ്യുമ്പോൾ അതിൻ്റേതായ സമയമെടുക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഞാൻ ബേസിക്കായിട്ട് ഒരു ദിവസം ഡെയിലി ക്ലീനിങ്ങിന് ചെയ്യുന്ന കാര്യങ്ങൾ. അതൊരു വിരലിൽ എണ്ണി പറയാവുന്ന കാര്യങ്ങളാണോ എന്നറിയില്ല. എങ്കിലും കിച്ചൺ വൃത്തിയാക്കുക, വാഷ് ബേസിൻ വൃത്തിയാക്കുക, അതുപോലെ ഡൈനിങ് ടേബിള്, ബെഡ്ഷീറ്റ്, സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കുക, പിന്നെ തൂക്കുക, തുടയ്ക്കുക, തുണി കഴുകുക, മടക്കുക. ഇത്രയും കാര്യങ്ങളാണ് എല്ലാ ദിവസവും ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. താങ്ക്